നമ്മൾ ഇപ്പോൾ ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. മ്യൂണിച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ആ നാട്ടുകാർ മ്യൂൺഷൻ എന്ന് പറയുന്ന നഗരം, ഏറെ ചരിത്രമുള്ള ബവേറിയ എന്ന പ്രൗഢമായ സ്റ്റേറ്റിൻ്റെ തലസ്ഥാന നഗരം, സാംസ്കാരിക തലസ്ഥാനം, ഒരു കാലത്ത് ലോകത്തിൻ്റെ ഗതിയാകെ മാറ്റിമറിച്ച ഒരു വലിയ പ്രസ്ഥാനം ഉദയം കൊണ്ട സ്ഥലം, ഒരു ക്രൂരനായ ഭരണാധികാരിയെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു സ്ഥലം. പക്ഷേ ഹിറ്റ്ലർ ഈ മ്യൂണിക്കുകാരനല്ല. പക്ഷേ ഈ മ്യൂണിക്കിൽ വന്നാണ് അദ്ദേഹം നാസി പാർട്ടിയുടെ അംഗമാകുന്നതും നാസി പാർട്ടിയിലൂടെ വളരുന്നതും പതിനായിരങ്ങളെ നാസി പാർട്ടിയുടെ അണികളാക്കി മാറ്റുന്നതൊക്കെ. ആ മ്യൂണിക്കിലൂടെ ചരിത്രം അന്വേഷിച്ച് നമ്മൾ സഞ്ചാരം തുടരുകയാണ്. ഈ ഹിറ്റ്ലറുടെ വളർച്ച, ഈ നാസി പാർട്ടിയുടെ വളർച്ച, ഈ നാസി പാർട്ടി ലോകത്തിൻ്റെ ഗതി മാറ്റി യുദ്ധത്തിലേക്ക് നയിച്ച സംഭവ പരമ്പരകൾ, അത് നടന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം തേടിയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കണ്ടുകൊണ്ടുള്ള, ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആത്മഹത്യ ചെയ്ത സ്ഥലം തേടിയുള്ള, ഒടുവിൽ ആ നാസി പാർട്ടിയിൽ അംഗമായിരുന്ന ആളുകളെ എല്ലാം വിചാരണ ചെയ്ത് തൂക്കുകയറിൽ മരിക്കുന്നതിനിടയാക്കിയ നൂറംബർഗ് വരെയുള്ള ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ ലക്ഷ്യം. മ്യൂണിക്കിലെ പല കാഴ്ചകളും കണ്ടു. അടുത്തത് നമ്മൾ മ്യൂണിക്കിൻ്റെ ഹൃദയമായ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് പോവുകയാണ്. അങ്ങോട്ടും കല്ലുവാകിയ പാതകളാണ്, മനോഹരമായ വഴികളാണ്, നമുക്ക് നടക്കാം. സുന്ദരമായ തണുപ്പുള്ള അന്തരീക്ഷം, ആളുകളെല്ലാം നടക്കുകയാണ്, ടൂറിസ്റ്റുകളും സ്വദേശികളും ഒക്കെ, സുന്ദരന്മാരായ മനുഷ്യരെ, കമിതാക്കൾ, കൂട്ടുകാരുടെ സംഘങ്ങൾ ഒക്കെ കഥ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നു പോകുന്ന പോസിറ്റീവ് എനർജി സ്പിരിക്കുന്ന സ്ഥലങ്ങൾ. മരീൻ പ്ലാറ്റ്സ് ഒരു കൃത്യ ചതുരാകൃതിയിലുള്ളൊരു സ്ക്വയറൊന്നുമല്ല, അത് പല ഷേപ്പിലാണ്. പക്ഷേ അവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുറേ കെട്ടിടങ്ങളാണ് ഈ സ്ക്വയറിനെ അതിരിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റാത്ത് ഹൗസ് എന്ന് പറയുന്ന ഒരു കെട്ടിടമാണ്. റാത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ സിറ്റി ഹാൾ എന്നാണ്. സിറ്റി ഹാൾ അതായത് അവിടുത്തെ നഗരഭരണ കേന്ദ്രത്തിനാണ് ഈ റാത്ത് ഹൗസ് എന്ന് പറയുന്നത്. അതിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ റാത്ത് ഹൗസ് മനോഹരമായൊരു കെട്ടിടമാണ്. കല്ലുകൊണ്ട് പണിത, സാൻഡ് സ്റ്റോൺ കൊണ്ട് ഇങ്ങനെ പണിത് ആകാശം മുട്ട് ഉയർന്ന് നിൽക്കുന്ന ഗോപുരമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഗംഭീര നിർമ്മിതി. അതിലൊരു ക്ലോക്ക് ടവറുണ്ട്. ഈ ക്ലോക്ക് ടവറിൽ ചില പ്രത്യേക ഇടവേളകളിൽ, ഇപ്പോൾ രാവിലെ 11 മണിക്ക്, പിന്നെ 12 മണിക്ക്, 5 മണിക്ക് ഒക്കെ ബെല്ലടിക്കുന്നതോടൊപ്പം കുറേ പ്രതിമകൾ, അവിടെ ഒരു ജാലകം തുറക്കും. ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു ജാലകം തുറന്നിട്ട് കുറേ പ്രതിമകൾ ഒരു പരേഡ് നടത്തും. ഈ പരേഡ് നടക്കുന്ന സമയത്ത് ഈ പരേഡ് കാണാൻ വേണ്ടി ഈ സ്ക്വയറിൽ ആളുകൾ വന്ന് നിറയും, തടിച്ചു കൂടും. അവർ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല, പണ്ടത്തെ ഒരു അത്ഭുതമായിരുന്നിരിക്കണം. ഒരു 2-3 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ പ്രതിമകൾ സഞ്ചരിച്ച് കൈവീശി കാണിച്ച് പാട്ടും പാടി ബാൻഡും കൊട്ടി കടന്നു പോകുന്ന ഒരു കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരിക്കാം. ഇന്ന് ആനിമേഷൻ്റെ ഇന്നത്തെ കാലത്ത് അത് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഒരു 5 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനൊരു സംഭവം സ്ഥാപിച്ചത് ഇന്നും പ്രവർത്തിക്കുന്നത് കാണാൻ വേണ്ടി ആളുകൾ, IT പ്രൊഫഷണൽസും എഞ്ചിനീയർമാരും ശാസ്ത്രകാരന്മാരും ഇതിൻ്റെ ചോട്ടി വന്ന് നന്തം വിട്ട് കണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. ഞാൻ ആ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. ഈ മരിയൻ പ്ലാറ്റ്സിൽ പഴയ റാത്ത് ഹൗസുണ്ട്, ഇവരുടെ മുനിസിപ്പൽ ആസ്ഥാനമുണ്ട്, വേറെ ദേവാലയങ്ങളുണ്ട്, പള്ളികളുണ്ട്, ചരിത്രം ഉറങ്ങുന്ന ചില സ്ഥലങ്ങളുണ്ട്, ഫൗണ്ടനുകളുണ്ട്. ഒപ്പം ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ ബിയർ ഗാർഡനുകൾ എന്നറിയപ്പെടുന്ന ലഘുഭക്ഷണം കിട്ടുന്ന, ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ ഇരുന്ന് ബിയർ കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളെ രസിപ്പിക്കുന്ന കലാകാരന്മാരുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്, കൊമേഡിയന്മാരുണ്ട്, സർക്കസുകാരുണ്ട്, പെർഫോമേഴ്സുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഈ സ്ക്വയറിൻ്റെ ഓരോ മൂലകളിൽ വന്ന് നിന്ന് പെർഫോമൻസ് നടത്തും. അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പാത്രത്തിൽ ആളുകൾ യൂറോകൾ നിക്ഷേപിച്ചിട്ട് പോകും. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കഴിയാനുള്ള പൈസ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബിയർ ഗാർഡനുകളിലും തൊഴിലിടങ്ങളിലും പാർട്ട് ടൈം പണിയെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ചിലർ കലാകാരന്മാരാണ്. ഈ കലാകാരന്മാർ ബിയർ ഗാർഡനിൽ പോയി ഭക്ഷണം വിളമ്പുകയല്ല ചെയ്യുന്നത്, ഈ ബിയർ ഗാർഡൻ്റെ മുന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പെർഫോമൻസ് നടത്തും. അവർക്കറിയുന്ന കല അവതരിപ്പിക്കും. അതിൽ ചിത്രകാരന്മാരുണ്ട്. അവരൊരു ഈസലുമായി ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ കാരിക്കേച്ചറുകൾ വരച്ചു കൊടുക്കും, അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾ വരച്ച് അവിടെ പ്രദർശിപ്പിക്കും. അത് ആളുകൾ വാങ്ങിക്കൊണ്ടു പോകും. ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. അതൊരു ആക്ഷേപമല്ല, നാണക്കേടല്ല, അതാർക്കും തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അവനവനറിയുന്ന തൊഴിൽ ചെയ്യുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു, അഭിമാനത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ, ഇതിനു മുമ്പത്തെ തവണ മ്യൂണിക്കിൽ ചെന്നപ്പോൾ ഇതേപോലെ ഒരു സന്ധ്യയ്ക്ക് ഈ ബിയർ ഗാർഡനിൽ ഒരെണ്ണിലിരുന്ന് അത്താഴം കഴിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ പുറത്തുള്ള കലാകാരന്മാരുടെ പെർഫോമൻസൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇതിൽ ഒരാളെ ഞാൻ ഇപ്പോഴും മറക്കാതെ ഓർക്കുന്നുണ്ട്. അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ സ്ക്വയർ, അതിനകത്തേക്ക് നിരവധി ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ബെൽ ടവറിലെ കലാപരിപാടി കാണാൻ വേണ്ടി നിൽക്കുന്നു. വഴിയോരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാൻ കുറേ പേരിയ്ക്കുന്നു. വേറെ ചിലരിങ്ങനെ നടന്നു പോകുന്നു. ചിലർ ആ വഴിയോരത്തെ കരകൗശല കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. ആളുകളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സ്ക്വയറാണിത്, വലിയൊരു സ്ക്വയറാണ്. എന്നാൽ ഈ കടന്നു പോകുന്ന ആളുകൾക്കെല്ലാം പെർഫോമേഴ്സ് പരിപാടികൾ അവതരിപ്പിച്ച് അവരിൽ നിന്ന് പൈസ മേടിക്കുന്നു. അതിൽ ഒരാൾ ഒരു കൊമേഡിയനാണ്.
പല കലാകാരന്മാരും ഒരു സ്ഥലത്ത് നിന്നിട്ട് പെർഫോമൻസ് നടത്തുക ചെയ്യുന്നത്. ഓരോ മൂല അവരങ്ങോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് പെർഫോം ചെയ്യുക ചെയ്യുന്നത്. വേറൊരാളെ ഞാൻ കണ്ടത് അയാൾ നടന്നുകൊണ്ടാണ് പെർഫോമൻസ് നടക്കുന്നതെന്നറിയോ, ഈ സ്ക്വയറിലൂടെ ഒരറ്റത്ത് മറ്റേ അറ്റത്തേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ടാവും. ഈ നടന്നു പോകുന്ന ആളുകളെ ഇയാളൊന്ന് നിരീക്ഷിച്ചിട്ട് ഇയാളെ അതുപടി അങ്ങ് അനുകരിക്കും. അപ്പോൾ അയാളുടെ നടത്തം, അയാളുടെ മുഖഭാവം ഇതെല്ലാം മിമിക്രിക്കാർ അവതരിപ്പിക്കുന്നത് പോലെ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ശബ്ദം മാത്രം മതിയല്ല. അപ്പോൾ ഇയാൾ ഈ നടന്നു പോകുന്ന വ്യക്തിയുടെ ഒപ്പം അങ്ങ് നടക്കും. കുറേ ദൂരം നടക്കുവോളം ഈ നടക്കുന്ന ആൾ അറിയില്ല ഇയാളുടെ പുറകിൽ ഒരാൾ അനുകരിച്ചു നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈ ബീർ ഗാർഡനിൽ ഇരിക്കുന്നവരും ഈ സ്ക്വയറിൽ കൂടി ഇരിക്കുന്ന സർവ്വ ആളുകളും ഇവർ കാണും. ഇവർ കൈയടിക്കും, പൊട്ടിച്ചിരിക്കും. ഈ പാവം മുമ്പേ നടക്കുന്നവന് മനസ്സിലാകുന്നില്ല ഇതെന്തിനാണ് ഇവർ ഈ പൊട്ടിച്ചിരിക്കുന്നതെന്ന്. ഇയാളെ അനുകരിച്ച് ഒരുത്തം പുറകെ നടക്കുന്നുണ്ടെന്ന് ഇയാൾ തിരിച്ചറിയുമ്പോഴത്തേക്കും ഇയാൾ ചിലർ ദേഷ്യപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർ പെട്ടെന്ന് മുഖം കറുപ്പിച്ച് നടന്നു പോകും, മറ്റേലർ ഇയാളെ വന്ന് ആലിംഗനം ചെയ്യും, ചിലർ ഇയാൾക്ക് ഇച്ചിരി പൈസ കൊടുക്കും. ബഹുഭൂരിപക്ഷം പേരും ഇയാളെ പ്രോത്സാഹിപ്പിക്കും, ഇയാൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് കടന്നു പോകും. അത് അസാധ്യമായ പെർഫോമൻസാണ്. സാധ്യം എന്ന് പറഞ്ഞാൽ ഈ രൂപങ്ങൾ അനുകരിക്കുന്ന മിമിക്രിക്കാരുണ്ടല്ലോ, അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു വെർഷൻ. ഒരാളിങ്ങനെ നടന്നു പോകുമ്പം അയാളെ അനുകരിച്ച് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളെ അനുകരിച്ച് ഇയാൾ കയ്യടി മേടിക്കുന്നു. ഇയാൾ എന്ത് ചെയ്തു, പയ്യെ സ്ലോ ആയിട്ട് നടത്തം സ്ലോ ആക്കി, ഈ മുമ്പേ നടന്നയാൾ. എന്നിട്ട് ഈ അനുകരിക്കുന്ന ആൾ മിമിക്രിക്കാരനടുത്ത് വന്നപ്പോഴത്തേക്കും അയാൾ കൈ കൊണ്ടൊരു തട്ട് കൊടുത്തു. അയാൾക്ക് അത്യാവശ്യം വേദനിക്കുന്ന രീതിയിൽ ഒരു തട്ട് കൊടുത്തു. ഇയാൾക്ക് മുഖഭാവത്തിൽ നിന്ന് ഇയാളെ അനുകരിച്ചതും മറ്റുള്ളവരെ കണ്ട് പൊട്ടിച്ചിരിച്ചതും കൈയടിച്ചതും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് കൗതുകമായി, കാഴ്ചക്കാർക്ക് കൗതുകമായി. ഇനി എന്തായിരിക്കും, ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇയാളൊരു തല്ലുകൊണ്ടിരിക്കുന്നു, എന്തായിരിക്കും ഇയാളുടെ പ്രതികരണം? ഉടനെ ഇയാൾ പോക്കറ്റിൽ നിന്ന് ഒരു ചുവന്ന കാർഡ് എടുത്തു, പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിലും എടുത്ത് വായിൽ വെച്ചിട്ട് ഈ അയാളുടെ ഉപദ്രവിച്ച ആളുടെ നേരെ വിസിലടിച്ചുകൊണ്ട് ഈ ചുവന്ന കാർഡ് ഉയർത്തി കാണിച്ചു. അപ്പോഴേക്കും ഈ സ്ക്വയറിൽ ചുറ്റും സർവ്വ ആളുകളും ഏറ്റുനിന്ന് കൈയടിച്ചു. അതായത് ചുവന്ന കാർഡ് കാണിച്ചുകൊണ്ട് വിസിലടിച്ച അതിൻ്റെ അർത്ഥം എന്താ, നിന്നെ ഇതാ ഞാൻ പുറത്താക്കിയിരിക്കുന്നു കളിയിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തത്സമയം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകൾ കൂടി ഒരു സ്ക്വയറിൽ നിന്ന് ധൈര്യപൂർവ്വം ഒരാളെ അനുകരിക്കാനോ പെർഫോമൻസ് നടത്താനോ അവിടെ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമ്പം അതിനെ അതിജീവിക്കാനുള്ള തന്ത്രവും ആത്മവിശ്വാസവും കൂടെ ആയിട്ടാണ് അവിടുത്തെ യുവതലമുറ വളർന്നു വരുന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറേ നേരം ചുറ്റി നടന്ന് ഞങ്ങൾ അപ്പോഴത്തേക്ക് സന്ധ്യയായി. അപ്പം ബിനു പറഞ്ഞു, നമുക്കേ നമ്മുടെ പ്രധാന സ്ഥലത്തേക്ക് പോകണ്ടേ. പ്രധാന സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന മൈതാനം. ഈ ഒക്ടോബർ ഫെസ്റ്റ് നഗരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചെതറി നടക്കുകയല്ല, വലിയൊരു മൈതാനമുണ്ട് അവിടെ. ഒരു 10-40 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള കൂറ്റൊരു മൈതാനം. നൂറ്റാണ്ടായിട്ട് അവിടെയാണ് ഈ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്നത്. അവിടേക്കാണ് പോകേണ്ടത്. അതാണ് ഉത്സവപ്പറമ്പ്, നമ്മുടെ പൂരപ്പറമ്പ്. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ കാറെടുത്ത് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് കാർ പാർക്ക് ചെയ്തിരുന്നത് കാറെടുത്തു. എന്നിട്ട് ബിനു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തെ ഒരു മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാറിടാം. എന്നിട്ട് മെട്രോ എടുത്ത് ഈ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന ഒക്ടോബർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ എന്താ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കിൽ പെടേണ്ട, കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കണ്ട, അത് ഏറ്റവും കൺവീനിയൻറ്റ്. എന്നിട്ട് ബിയർ ഫെസ്റ്റിവൽ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പം ഈ അവസാനത്തെ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് കാർ കൊടുത്ത് വീട്ടിലേക്കും പോകാം. സൗകര്യമായി. ബിനു കൂടെയുള്ളപ്പം നമുക്കിതിലൊന്നും ഒരു സംശയമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കാറുമായിട്ട് മെട്രോ സ്റ്റേഷനിൽ പോയി. മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ ട്രെയിനിൽ കയറി. ഭൂഗർഭ ട്രെയിനാണ് അവിടുത്തെ മുഴുവൻ. മുകളിൽ കൂടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതായത് 100-100 ചില്ലുവാനും സ്റ്റേഷനുകളുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന 1970-കളിൽ മാത്രമാണ് ഈ മെട്രോ സ്റ്റേഷൻ ആരംഭിച്ചത്, ഈ മെട്രോ സിസ്റ്റം മ്യൂണിക്കിൽ ആരംഭിക്കുന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് ആരംഭിക്കാൻ പദ്ധതി ഇട്ടിരുന്നു, പക്ഷേ 2ാം ലോകമഹായുദ്ധം വന്നുകൊണ്ട് നടന്നില്ല. പിന്നീട് ജർമ്മനി വിഭജിക്കപ്പെട്ട കാലത്ത് അത് സ്ലോ ഡൗൺ ചെയ്യപ്പെട്ടു. പിന്നീട് ആണ് 70കളുടെ തുടക്കത്തിലാണ് ഈ മെട്രോ സംവിധാനമെല്ലാം ഉണ്ടായത്. നല്ല സംവിധാനമാണ്. അതിൽ പോയി ഈ ഒക്ടോബർ ഫെസ്റ്റിവലിൻ്റെ ഉത്സവ നഗരത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോയി ഇറങ്ങി. ജനം ഒഴുകാണ്. നമ്മളവിടുത്തെ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, ജനം അങ്ങ് കൊണ്ടുക്കോളും. അപ്പം 10,000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്. 10,000-കണക്കിനെന്ന് പറഞ്ഞാൽ 2 ആഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഒക്ടോബർ ഫെസ്റ്റിവലിൽ 2019 ഞാൻ പോയ വർഷം തന്നെ 65 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത്. 65 ലക്ഷം ആളുകൾ ഈ 2 ആഴ്ച കൊണ്ട് ഈ ബിയർ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോയി. അവരേതാണ്ട് 80 ലക്ഷത്തിലധികം ലിറ്റർ ബിയറാണ് ഇവന്മാർ കുടിച്ച് തീർത്തിട്ട് പോയത്. അവിടെ 1 ലിറ്റർ ബിയറിന് 11 യൂറോയാണ് വില. നമ്മളെ ഇപ്പോൾ ഏകദേശം കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്ത് വരും. ഏതാണ്ട് 8,000 കോടി രൂപയുടെ ബിയറാണ് അവിടെ കച്ചവടം നടന്നതെന്ന് ഓർക്കണം. അപ്പോൾ അത്ര ജനം വരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ആ കൂടെ അങ്ങോട്ട് ഒഴുകുകയാണ്. പക്ഷേ അടുത്ത കാലത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലേക്ക് കയറണമെങ്കിൽ സുരക്ഷാ പരിശോധന കഴിയണം. നമ്മളെ മൊത്തം പരിശോധിക്കും. പ്രത്യേകിച്ച് ജർമ്മൻകാരല്ലെങ്കിൽ അവരുടെ ബാഗ് ഉൾപ്പെടെ പരിശോധിക്കും. അത്
അടുത്ത കാലത്തുണ്ടായ പല സാമൂഹ്യ പ്രശ്നങ്ങളും കാരണം ഉണ്ടാക്കിയ ഒരു സുരക്ഷാ നിബന്ധന. നേരത്തെ സ്വതന്ത്രമായി നടന്നിരുന്ന മനുഷ്യരാണ് അവരൊക്കെ. അങ്ങനെ കയറി ഈ മൈതാനത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. ഈ മൈതാനം എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു ഭാഗം മുഴുവൻ അമ്യൂസ്മെൻ്റ് പാർക്കാണ്. അതായത് റൈഡുകൾ, ജയൻറ്റ് വീലുകൾ, പലതരം പെൻഡുലങ്ങൾ, അതൊക്കെ 10-40 നിലകളുടെ കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ നിൽക്കുന്ന ടവറുകളിലാണ് ഈ പെൻഡുലൊക്കെ നിൽക്കുന്നത്. ബീറും കഴിച്ചിട്ട് ഇതിൽ കയറിയിട്ട് തലകുത്തി മറിഞ്ഞ് അയ്യോ പാവ എന്ന് കരഞ്ഞ് നിലവിളിച്ച് കുറേ പേര് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവർ ഈ കഴിച്ച അത്രയും ബീറും ആവിയായി പോയിട്ടുണ്ടാവും. ഇവരുടെ വിലാപങ്ങളും കരച്ചിലും ഒക്കെ കാശ് കൊടുത്ത് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. ഇതൊന്നുമല്ല ആകർഷകമായ സ്ഥലം. മൈതാനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഈ എൻ്റർടൈൻമെൻറ്റ് സിറ്റി കഴിഞ്ഞാൽ വേറൊരു ഭാഗം മുഴുവൻ കൂറ്റൻ പന്തലുകളാണ്. പന്തലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ നവകേരള സദസ്സിൻ്റെ പന്തലുണ്ടല്ലോ, അതിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുള്ള പന്തലുകൾ ഒരു 10, 50, 100 എണ്ണം ഈ മൈതാനത്തിൽ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുക. അത് പല സ്ട്രീറ്റുകൾ, ഈ മൈതാനത്തെ പല സ്ട്രീറ്റുകളാക്കിയിരിക്കുക. ഇതെല്ലാം ടെമ്പററിയാന്ന് നോക്കണം. ഈ 2 ആഴ്ചത്തേക്ക് മാത്രമുള്ള സംവിധാനങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ ഇത് പൊളിച്ചുകൊണ്ട് പോകും. പിന്നെ അടുത്ത വർഷം ഇതേ സമയത്ത് ഈ പന്തൽ കൊണ്ട് ഇടുക. ഈ പന്തലെന്ന് പറയുന്നത് അതിഗംഭീരമായ സെറ്റപ്പാണ്. അതൊരു സിനിമയ്ക്ക് സെറ്റിട്ടതുപോലെ അതിൻ്റെ മുൻഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് കെട്ടിടമാണെന്നേ തോന്നുള്ളൂ. പെർമനൻ്റ് അല്ല, അത് പ്ലൈവുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി ഗംഭീരമാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അതിഗംഭീരമാണ്. ഈ ഓരോ കൂടാരം എന്ന പേര് വിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യല്ല. ഈ കൂറ്റൻ പന്തലുകൾ ഓരോന്നും അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ, യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ ഓരോ ബിയർ കമ്പനികളുടേതാണ്. അതുപോലെ തന്നെ ബിയർ ഹൗസുകളുടേതാണ്. നമ്മൾ നേരത്തെ കയറിയ ഹോബ്രോ ഹൗസ് ഉണ്ടല്ലോ, അവർക്കും ഉണ്ട് ഇവിടെ വലിയൊരു ടെൻറ്റ്, വലിയൊരു കൂടാരം. അതും അതിഗംഭീരമാണ്. അത് 2-3 നിലകളാണ്. ഈ ഒരു കൂടാരത്തിനകത്ത് എത്ര പേർക്കിരുന്ന് ബീർ കഴിക്കാമെന്നറിയോ? 12,000-13,000 ആളുകൾക്ക് വരെ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് ഊഹിക്കാമല്ലോ. 12,000-13,000 പേർക്ക് വെറുതെ തിങ്ങി നിറങ്ങി ഇരിക്കുകയല്ല, മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ബീർ കുടിക്കുകയും ചെയ്യാം. ആ പന്തലിൻ്റെ ഒരു ഭാഗത്ത് കലാപരിപാടികൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ ബീർ കുടിക്കുന്നവർ ആ പാട്ടൊന്നും അധികം കേൾക്കാറില്ലെങ്കിലും ഗംഭീരമായ ചില വളരെ പോപ്പുലറായ ചില പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇവർ അലമ്പും ബഹളവും ഒച്ചയും വർത്തമാനം പറയലൊക്കെ നിർത്തിയിട്ട് കേൾക്കും. ചിലർ ആ സമയത്ത് സ്റ്റേജിൽ കയറി നൃത്തം തുടങ്ങും. ഒരു ഗംഭീര അനുഭവമാണ്. അതായത് കൂട്ടായ്മയുടെ, മനുഷ്യർ ഒത്തുചേരുന്നതിൻ്റെ, ഈ ഒത്തുചേരുമ്പോൾ അല്പം അച്ചടക്കവും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു ബിഹേവിയറും കൂടി ആണെങ്കിൽ എത്ര രസമായിരിക്കും. സരസമായ, നർമ്മമായ, ആഘോഷമായ ഒരു മൂഡ് എത്ര രസമായിരിക്കും. അവിടെ ഒരുത്തൻ അലമ്പ് കാണിക്കുമ്പോഴാണല്ലോ കുഴപ്പം, ഒരുത്തൻ ക്രിമിനലാകുമ്പോഴാണല്ലോ പ്രശ്നം, ഒരുത്തൻ അവിടെ ഛർദ്ദിച്ച് അലമ്പാക്കുമ്പോഴാണല്ലോ പ്രശ്നം. ഇതൊന്നുമില്ലാതെ എങ്ങനെ ഒരു സമൂഹം രസകരമായിട്ട് പോകുന്നു. എന്നാൽ കള്ളു കുടിച്ച് വീഴുന്നവരുണ്ട് കേട്ടോ. 5, 6, 7, 8 ലിറ്റർ ബീറും കഴിച്ചിട്ട് ബോധം പോയി ആളുകളെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഈ പറഞ്ഞ എല്ലാ ടെൻറ്റിൻ്റെയും ഒരു ഭാഗം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, മെഡിക്കൽ സ്റ്റാഫുണ്ട്, ആംബുലൻസ് റെഡിയാണ്, സ്ട്രെച്ചർ റെഡിയാണ്, ഇതെല്ലാം റെഡിയാണ്. അതായത് ഒരു സംവിധാനങ്ങളെല്ലാം ഇവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നർത്ഥം. അതിഗംഭീരമായൊരു സംവിധാനമാണ്. ഇതിനകത്ത് കയറണമെങ്കിലുള്ളൊരു കുഴപ്പം എന്താ അറിയാമോ? നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഇതിനകത്ത് കയറാൻ പറ്റാത്ത ഹതഭാഗ്യരെല്ലാം ഈ ടെൻറ്റുകളുടെ, ഈ കൂടാരങ്ങളുടെ മുമ്പിൽ കൂടെയുള്ള വിശാലമായ പാതകളുടെ അങ്ങ് നടക്കുകയാണ്. അവർക്ക് വേണ്ടി ഈ ടെൻറ്റൊന്നും അല്ലാതെ സാധാരണ കിയോസ്കുകളൊക്കെ ആയിട്ട് ബീറും കിട്ടും അവിടെ. പക്ഷേ ഈ വമ്പൻ ടെൻറ്റുകളിൽ കയറി അത് ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അവിടെ കയറിയാൽ നമ്മൾ കൗണ്ടറിൽ പോയി ബീർ വാങ്ങുക, ഇതൊന്നും വേണ്ട. നമ്മൾ പോയി ഒഴിവുള്ള ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക, അല്ലെങ്കിൽ എവിടെയാണെന്ന് ഇരിപ്പിടത്തിലിരിക്കുക. അതിലൂടെ ഈ യുവതികൾ, പെൺകുട്ടികൾ ബിയറും ഇങ്ങനെ 10ഉം 16ഉം മഗ്ഗുകളുമായിട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവിടെ മഗ്ഗ് വെക്കും. ആ ഒരു മഗ്ഗ് വെച്ച് കഴിഞ്ഞാൽ 11 യൂറോ ഇങ്ങ് കൊടുത്താൽ മതി, അവരത് മേടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെ ഇവരിതുമായിട്ട് നടക്കുക, അല്ലാതെ കൗണ്ടറിൽ പോകണ്ട, ഓർഡർ ചെയ്ത് കാത്തിരിക്കേണ്ട. വരുമ്പം മേടിക്കുക, കഴിക്കുക, കുടിക്കുക, പോവുക. ചിലർ ഒരു മഗ്ഗുമായിട്ട് ഒരു രാത്രി മുഴുവൻ ഇരുന്നിരിക്കും. മറ്റു ചിലർ പല മഗ്ഗുകളെ ഒഴിവാക്കി തീർത്തിട്ടുണ്ടാവും ഈ സമയം കൊണ്ട്. അങ്ങനെ ആഘോഷം നടക്കും. ഭയങ്കരമായൊരു പോസിറ്റീവ് വൈബിൻ്റെ ഒരു സ്ഥലമാണ് അവിടുന്ന്. എന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ കാണും. ഇതൊന്നും അവിടെ വരുന്ന ആളുകൾ അറിയുന്നില്ല. പോലീസ് കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. CCTVയിലൂടെ ഇവിടുത്തെ ഓരോ ചലനവും അവർ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ടു പോകുന്നവരെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വോക്കി ടോക്കിയിലൂടെ അല്ലെ കമ്മ്യൂണിക്കേഷൻ ചെല്ലും, തൊട്ടടുത്തുള്ള ഓഫീസർ വരും. പക്ഷേ നമ്മൾ പരസ്യമായിട്ട് പ്രകടമായിട്ട് ഒരൊറ്റ പോലീസുകാരനെ ഈ പറമ്പിലെങ്ങും കാണില്ല, ഈ മൈതാനത്തെങ്ങും കാണില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കൂ, നിങ്ങളൊരു അലമ്പുണ്ടാക്കൂ, അടുത്ത സെക്കൻഡിൽ ആൾ വരും, നിങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പൊക്കിക്കൊണ്ട് പോകും. പിന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് പോലും അറിയില്ല. അടുത്ത ദിവസം രാവിലെ ബോധമൊക്കെ തെളിഞ്ഞു കഴിയുമ്പോൾ പയ്യെ വീട്ടിൽ കൊണ്ടുപോയാക്കും ഇവരെ. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പം അതിശാസ്ത്രീയമായി സിസ്റ്റമാറ്റിക്കായിട്ട് AD 1810 ആരംഭിച്ച ഒരു കലാപരിപാടി ഇത്. ശരിക്കും ഈ ഒക്ടോബർ ഫെസ്റ്റ് തുടങ്ങാനുള്ള കാരണം എന്താ അറിയോ?
ഈ ബവേറിയയുടെ ചക്രവർത്തിയുടെ കല്യാണം നടക്കുന്ന ദിവസം അദ്ദേഹം മ്യൂണിക്കിലെ എല്ലാവരെയും സദ്യക്ക് ക്ഷണിച്ചു. അവർക്ക് വേണ്ടി നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു മൈതാനത്ത് കൂറ്റൻ പന്തലിട്ട് വലിയൊരു സദ്യ കൊടുത്തു. അതാണ് ശരിക്കും പറയുന്നതിൻ്റെ തുടക്കം. പിറ്റേ വർഷവും അതിൻ്റെ ഒരു വാർഷികമായിട്ട് ആ ഒരു സദ്യ കൊടുക്കൽ അങ്ങ് നടത്തി, നഗരവാസികൾക്കെല്ലാം സദ്യ. പക്ഷെ പിന്നീട് 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ബിയർ ഫെസ്റ്റിവൽ മാത്രമായിട്ട് മാറി. അത് പണം കൊടുത്ത് ബിയർ കഴിക്കുന്ന ഒരു പരിപാടിയായി മാറി. പിന്നെ അത് നാടിൻ്റെ ഒരു ആഘോഷമായി മാറി. അങ്ങനെ 1810 മുതൽ ഈ 2023 വരെ തടസ്സങ്ങളില്ലാതെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒക്ടോബർ ഫെസ്റ്റ്. അതൊരു, ഞാൻ പറഞ്ഞില്ലേ, 65 ലക്ഷം 70 ലക്ഷം വരെ ആളുകളെ ഓരോ വർഷവും ഉത്സവത്തിന് ഈ ഒരു നഗരത്തിൽ, ഈ ഒരു മൈതാനത്തിലേക്ക് കൊണ്ടുവരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന്. ഇവിടെ വേറെ ചില സാധനങ്ങളുണ്ട്. ബിയർ മാത്രമല്ല വെള്ളം കിട്ടുന്നത്. ഞാൻ ഈ ബിയർ കെട്ടിടങ്ങളാണ് ഇതിലെ പ്രധാന താരങ്ങൾ. പക്ഷേ നമ്മളീ നടക്കുന്ന തെരുവല്ല മൈതാന, എന്താണ് ഈ വലിയ മൈതാനത്തിനകത്ത് പാതകളായിട്ട് ഡിസൈൻ ചെയ്തിട്ടിരിക്കുക. അതിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ നിരവധി വമ്പൻ കിയോസ്കുകളുണ്ട്. ഈ കിയോസ്കുകളിൽ ഗ്രില്ല് ചെയ്ത ഭക്ഷണം കിട്ടും, മത്സ്യം ഗ്രില്ല് ചെയ്ത് കിട്ടും, പ്രത്യേക ദിനം മത്സ്യങ്ങൾ പ്രത്യേക രീതിയിൽ പാചകം ചെയ്ത് കിട്ടും. അതിനൊക്കെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു ഉത്സവപ്പറമ്പ്, നമ്മൾ ദുബായിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. ഈ ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെ ഏകദേശം ഉള്ളത്, പക്ഷേ അതിനേക്കാൾ വിശാലമായൊരു പ്രദേശം മുഴുവൻ നടക്കുകയാണ്. ബിയറാണ് പ്രധാന താരം എന്നുള്ള വ്യത്യാസം. അവിടെ കൂടുതൽ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ദുബായ് ഗ്ലോബൽ വില്ലേജ് നടക്കുന്നത് കൂടുതലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ആസ്വദിക്കാൻ പറ്റുന്നു. അവിടെ ബിയറോ മദ്യമോ ഒന്നും ലഭ്യമല്ല. എന്നാൽ ഇവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട് ടെൻറ്റുകളിൽ, ഒപ്പം ബിയറിൻ്റെ ഉത്സവവും നടക്കുകയാണ്. അത് അങ്ങനെ ഞങ്ങൾ നടന്നു. ഒടുവിൽ ബിനു പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബിനു നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും അകത്ത് പറഞ്ഞത് കയറണ്ടേ? അപ്പോൾ ബിനു പറഞ്ഞു, കയറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. ഈ കുറച്ച് ആളുകളെ ഇറക്കി വിടാൻ വേണ്ടി ഒരു വാതിൽ തുറക്കും. ഇറങ്ങേണ്ടവരുടെ കുറേ പേരായി കഴിയുമ്പോൾ ഇവർ വാതിൽ തുറക്കും. ഡബിൾ വാതിലാണ്. ഒരു വാതിൽ തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അടുത്ത വാതിലൂടെ കയറിയെങ്കിൽ ഈ വലിയ ഹാളിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ബിനു പറഞ്ഞു, ബിനു വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ്, ബിനുവിന് അറിയാം എൻ്റെ ഒരു തന്ത്രങ്ങൾ. ബിനു പറഞ്ഞു, നമുക്ക് ഇവിടെ ഇങ്ങനെ പയ്യെ നിന്നാൽ ഈ വാതിൽ തുറന്ന് കുറച്ച് ആളുകൾ ഇറങ്ങുമ്പോൾ അതിനകത്ത് കുറച്ച് സ്പേസ് വരും. ആ സമയത്ത് നമ്മൾ ഇത്തിരി ധൈര്യം സംഭരിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണെന്നുള്ള ഭാവേന ആത്മവിശ്വാസത്തോടെ അങ്ങ് നടന്നാൽ ചിലപ്പോൾ അവർ ചോദിക്കുകയൊന്നുമില്ല. അങ്ങനെയാണ് അകത്തേക്കും കയറിപ്പോകാം. എന്നിട്ട് ബുക്ക് ചെയ്യാൻ പൈസയൊന്നും വേണ്ട, നമ്മളൊരു സീറ്റ് റിസർവ് ചെയ്താൽ മതി. നമുക്ക് സീറ്റുള്ള ആളാണെന്നുള്ള ഭാവത്തിൽ അങ്ങ് നടന്നു പോവുക. ശരി, ഞങ്ങൾ അങ്ങനെ ഭാവത്തിൽ അടുത്ത വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ അതേ ഭാവത്തിൽ നടന്നു. ആരും ഒന്നും ചോദിച്ചില്ല, അകത്തേക്ക് കയറിപ്പോയി. അവിടെ നിർഭാഗ്യവശാൽ സീറ്റുകളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല, അതുകൊണ്ടെങ്കിലും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇരിക്കലും കുടിക്കലും അല്ലല്ലോ നമ്മുടെ ആവശ്യം, ചിത്രീകരിക്കുക. ഞാൻ അതിനകത്ത് ഈ കാഴ്ചകൾ, അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ, അവിടുത്തെ കൂട്ടായ്മ, ആളുകളുടെ ആ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, അവരുടെ ബിയർ വറ്റിച്ച് തീർക്കുന്ന ആ മത്സരം, ആ ബിയറുമായി നടക്കുന്ന, ഉത്സാഹിച്ച് നടക്കുന്ന ഈ ബിയർ വിതരണം ചെയ്യുന്ന പെൺകുട്ടികളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്, കൂടുതലും പെൺകുട്ടികളാണ് അവർ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേജിൽ നടക്കുന്ന കലാപരിപാടികൾ, ഇതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്, ഇതെല്ലാം ചിത്രീകരിച്ചെടുത്ത് പയ്യെ അവിടുന്ന് ഈ ബിയർ കുടിയന്മാരുടെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കേട്ടോ. കാരണം യൂറോപ്പിലൊക്കെ ഒരാളുടെ നേരെ ക്യാമറ തിരിക്കണമെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ അതിനൊരു കളവൊരുക്കും, അവരെ ഒന്ന് ചിരിച്ച് കാണിക്കും, അവരെ ഒരു ഹായ് പറയും, അവരോട് നമ്മൾ ഒന്ന് പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂത്രത്തിൽ കുറച്ച് വിഷ്വൽസ് എടുക്കും. അപ്പോൾ അവർ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. ചുമ്മാ അങ്ങ് കയറി ചെന്നൊരു ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ എപ്പോൾ കൈവച്ചു എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും, അവിടുത്തെ സെക്യൂരിറ്റി വന്ന് നമ്മളെ പിടിച്ച് പുറത്താക്കും. അപ്പോൾ നമ്മളവിടെ ഒരു കളവ് ഒരുക്കണം, അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കണം, അവർക്ക് പ്രശ്നക്കാരനല്ലാന്ന് തോന്നലുണ്ടാക്കണം. അങ്ങനെയാണ് വിഷ്വൽസ് എടുത്ത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ചുറ്റിപ്പറ്റിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി വേറൊരു ഭാഗത്ത് ടിക്കറ്റ് കിട്ടാത്തവർ, അകത്ത് കയറാൻ പറ്റാത്തവരെല്ലാം പുറത്ത് പലയിടത്തായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. ഇത് ഈ ടെൻറ്റിൻ്റെ പുറത്തും കസേര ഇട്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, കഥ പറയുന്നവരുണ്ട്, മലയാളികളുണ്ട് ധാരാളം പേര്. ഈ ജർമ്മനിയിലൊക്കെ പോയിരിക്കുന്ന പല കുട്ടികളും യുവാക്കളെയും ഒക്കെ നമ്മളവിടെ കാണാം. അവരൊക്കെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർ, അവരൊക്കെ നമ്മളെ വിഷ് ചെയ്യുന്നു, അവരുടെ ഇടയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഒരു 11 മണി വരെ നമ്മൾ അവിടുത്തെ കാഴ്ചകളിലൂടെ, അനുഭവങ്ങളിലൂടെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു, ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദീർഘമായ യാത്രയാണ്, ദീർഘമായ ദിവസമാണ്. ഇനി വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു, മെട്രോ ട്രെയിൻ പിടിച്ചു. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് പുട്സ്ബ്രൂൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. ഈ പുട്സ്ബ്രൂൺ എന്ന് പറയുന്നത് നഗരപ്രാന്തത്തിലാണ്. അതായത് നഗരം അങ്ങ് കഴിഞ്ഞ ഉടനെയുള്ള നഗരത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം. നഗരത്തിന് അധികം ദൂരമില്ല, അവിടെ വരെ മെട്രോ ട്രെയിൻ ഉണ്ട്. അവിടെ ചെന്ന് മെട്രോ സ്റ്റേഷനിൽ നമുക്ക് പോയി ഇറങ്ങാം. അതിൻ്റെ പരിസരത്താണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വലിയൊരു കിണറ്റിലേക്ക് എന്ന പോലെയാണ് നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്നത്. കുറേ ആഴത്തിലേക്ക് ഇറങ്ങി പോകണം. അവിടെയൊക്കെ ജനം ഒഴുകാണ്. 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മടങ്ങുന്ന ആളുകളുടെ തിരക്കായി. എന്നാൽ ഈ സമയത്ത് വരുന്നവരുണ്ട് കേട്ടോ. ഇങ്ങോട്ട് സ്റ്റേഷനിൽ നിന്ന്
ഈ ബിയർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വരുന്നവരുണ്ട്. നാളെയും കൂടെ ഉള്ളൂ ബിയർ ഫെസ്റ്റിവൽ. പരമാവധി ബിയർ അടിച്ച് തീർക്കേണ്ടവരുടെ ടാർഗറ്റ് വെച്ചുള്ള കുടി നടക്കുന്ന ദിവസങ്ങളാണിതൊക്കെ. അപ്പോൾ അതിന് കയറി വരുന്ന ആളുകൾ നല്ല ഈ ബിയർ കഴിച്ച ആളുകളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇവരൊക്കെ ഉറക്ക ചിരിക്കും, ഉറക്ക വർത്താനം പറയും, കെട്ടിപ്പിടിക്കും, കുറച്ചല്പം വൈകാരികമായിട്ട് തീവ്രതയോടെ ആളുകളുമായിട്ട് ഇടപെടും. പക്ഷേ എന്നാൽ അവിടെ ഒന്നും നമ്മൾ വളരെ നെഗറ്റീവായൊരു കാര്യമോ തമ്മിത്തല്ലോ തെറിവിളിയോ ഒന്നും നമ്മൾ കാര്യമായിട്ട് കേൾക്കുന്നില്ല. അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ടാകും, പക്ഷേ അതൊന്നും പ്രകടമല്ല അവിടെയൊന്നും. അങ്ങനെ നമ്മൾ ഈ അഗാധമായ ഗർത്തത്തിലേക്ക് ഭൂമിക്കടിയിലെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെന്നു. അവിടെയെല്ലാം പ്ലാറ്റ്ഫോമിൽ നിറയെ ആളുകളാണ്. നമ്മുടെ ബോംബെയിലെ സബർബൻ ട്രെയിനിൻ്റെ അതേ അവസ്ഥയിലാണ് ഈ ബിയർ ഫെസ്റ്റിവൽ കഴിഞ്ഞ ആളുകൾ ഈ ആദ്യത്തെ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നത്. ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നു, എരച്ചകത്തേക്ക് കയറുന്നു. അവിടെ അപ്പം ക്യൂ നിൽക്കുന്ന ഒന്നും ഞാൻ കാണുന്നില്ല. യൂറോപ്പിൻ്റെ ആ ചിട്ടകളൊന്നും അവിടെ കാണുന്നില്ല. ആളുകൾ കയറുന്നു, ഇരിക്കാൻ സീറ്റ് കിട്ടുന്നവർ ഇരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം തൂങ്ങി നിൽക്കുന്നു. പിന്നീട് ഓരോ സ്റ്റേഷൻ കഴിയും തോറും എണ്ണം കുറഞ്ഞ് പുട്സ്ബ്രൂൺ എന്ന് പറയുന്ന നമ്മളിറങ്ങേണ്ട സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ ഏതാണ്ട് കാലിയായി കഴിഞ്ഞു. പിന്നെ ഞാനും ബിനുവും ഒരു 5-6 പേരൊക്കെ അവിടെ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. അത് രസകരമായൊരു യാത്രയായിരുന്നു. അവിടെ പുറത്തിറങ്ങുമ്പോഴും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അവിടെ കയറണമെന്ന് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കണോ, എന്തെങ്കിലും ഭക്ഷണം വാങ്ങണോ, എന്തെങ്കിലും സാധനം വാങ്ങണോ, വേണ്ട. അപ്പോൾ ഈ കാറ് വഴിയരികിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാതിരാത്രിക്ക് ചെല്ലുമ്പോഴും കാർ അവിടെ സുഖമായിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട. കാറെടുത്തു. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഗ്രാമപ്രദേശം പോലുള്ള സ്ഥലമാണ്. അവിടെ ബിനുവിൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഉറങ്ങി. ബിനുവിന് 2 മക്കളാണ്. അവർ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞു. ബിനുവിൻ്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. രാത്രിയാണ്, ആ പരിസരമൊന്നും കാണാൻ പറ്റില്ല. വീടും ചുവനേരെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ എനിക്ക് ഈ വീടൊന്ന് വിശദമായിട്ട് കാണണം. അങ്ങനെ അന്ന് ഞാൻ മുകൾ നിലയിൽ, ഈ വീടിന് 4 നിലകളാണ്. 4 നിലയെന്ന് പറഞ്ഞാൽ പ്രകടമായിട്ട് 2 നിലകളേ ഉള്ളെങ്കിലും യൂറോപ്പിലെ വീടുകൾക്കൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലെ വീടുകൾക്കൊക്കെ 4 നിലകൾ ഇഫക്റ്റീവ്ലി ഉണ്ടാവും. അതായത് ഭൂമിക്കടിയിൽ ഒരു സെല്ലാർ നിലയുണ്ടാവും. 2 നിലകളാണ് വീടിനുള്ളത്. അതിന് 3ാമതൊരു നില കൂടിയുണ്ട്, ആറ്റിക് ഫ്ലോർ എന്ന് പറയും. അതായത് ആ മേൽക്കൂരയോട് ചേർന്ന ഫ്ലോറാണ്. അതിനാണ് നമ്മൾ ഈ പുറത്തേക്ക് മേൽക്കൂരയിൽ നിന്ന് ചില ജാലകങ്ങൾ കാണില്ല ഇങ്ങനെ തള്ളിയിരിക്കുന്നത്, അതൊക്കെ ആ ഫ്ലോറിൻ്റെയാണ്. നമ്മളിവിടെ മച്ചുംപുറം എന്ന് പറയുന്ന സ്ഥലം യൂറോപ്പിലെ എല്ലാ വീടുകളിലും അത് ഉപയോഗപ്പെടുത്തും. അതൊരു ബെഡ്റൂമാക്കി മാറ്റും. കാരണം അവിടെ തണുപ്പ് രാജ്യമാണ്. നമ്മൾ മച്ചുംപുറത്ത് താമസിക്കാത്ത ചൂട് കാരണമാണ്, വായു സഞ്ചാരം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു നിലയുടെ ഉയരം ഉണ്ട് ആ മച്ചിന് മുകളിൽ. പക്ഷേ അത് മനോഹരമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത രസകരമായ ഇതായിരിക്കും. ഒരു കെട്ടിടമായിരിക്കും, ഒരു മുറിയായിരിക്കും. 1, 2, 3, 4 മുറികൾ കാണും ഇത്തരത്തിൽ ആറ്റിക് ഫ്ലോറിൽ പല വീടുകൾക്കും. അപ്പോൾ അതിലെ ഗസ്റ്റുകൾ താമസിക്കുന്ന ഒരു മുറിയാണത്. അവിടെയായിരുന്നു എൻ്റെ താമസം. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബിനുവിൻ്റെ വൈഫ് സിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ ഏത് വിദേശ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടെ മലയാളികളുണ്ടെങ്കിൽ അവർ നമ്മളെ സൽക്കരിക്കുക നാടൻ വിഭവങ്ങൾ കൊണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ശീലം. കാരണം ദോശ, അപ്പം, കപ്പ, ഇങ്ങനെ കേരളത്തിൽ കിട്ടുന്ന എന്തും അവിടെ സൽക്കരിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ നാട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. കാരണം നമ്മൾ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പോഴും നാട്ടിലെ ഭക്ഷണം അവിടെ പോയി കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവർ നമ്മളുടെ ഒരു ശീലം പൊതുവേ എല്ലാവർക്കും ഇഷ്ടം നാട്ടിലെ ഭക്ഷണം ആയതുകൊണ്ടാണ്. അപ്പം പ്രത്യേക എഫേർട്ട് എടുക്കണം നാട്ടിലെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ. അതിനുവേണ്ടി അപ്പോൾ ദോശ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ, അവിടെ ഈ സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ വലിയ അധ്വാനം. തലേദിവസം തന്നെ അതിനുവേണ്ടിയുള്ള പണി തുടങ്ങണം. ശരിക്കും ഇവർ കണ്ടമാനം കഷ്ടപ്പെട്ടാണ് ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ബിനുവിനെയും കൂട്ടി ഈ വീട് മുഴുവൻ ഒന്ന് കണ്ടു. മനോഹരമായ വീടാണ്, നല്ല സൗകര്യമുള്ള വീട്. ബിനു ഞാനാ ചെല്ലുന്നതിൻ്റെ അടുത്ത നാളുകളിലാണ് അത് വാങ്ങിയത്. ഗംഭീരമായൊരു സ്ഥലം, വീട്. അതിൻ്റെ ചുവരുകളിൽ വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങുകൾ പോലും രസകരമാണ്, അതിമനോഹര. ഇത് ബിനു മറ്റൊരു ജർമ്മൻകാരനോട് വാങ്ങിയതാണ്. അദ്ദേഹം ഈ വീട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഈ പെയിൻറ്റിങ്ങുകളുടെ സമ്മാനമായിട്ട് കൊടുത്തു. ഞാൻ ആ പെയിൻറ്റിങ്ങുകൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വീടിനേക്കാൾ വില ആ പെയിൻറ്റിങ്ങുകൾക്കുണ്ട്. ആ പെയിൻറ്റിങ്ങുകൾ ഒരു ലേലത്തിന് വെച്ചാൽ അത്രയേറെ വിലയ്ക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള മനോഹരമായ പെയിൻറ്റിങ്ങുകളാണ്, ഗംഭീര പെയിൻറ്റിങ്ങുകളാണ്. അപ്പോൾ ഞാൻ ബിനുവിനോട് പറഞ്ഞു, ബിനു നിനക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത്. കാരണം ഈ വീടിനേക്കാൾ വിലയുള്ള പെയിൻറ്റിങ്ങുകൾ നിനക്ക് സമ്മാനം തന്നിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അങ്ങനെ ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി നടന്നു. വീടിൻ്റെ മുറ്റം മനോഹരമായൊരു ലോണാണ്. ഈ ലോണിൽ ഒരു ഭാഗത്തുള്ള ഗംഭീരമായൊരു പൂളാണ്, ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂള്. കുട്ടികൾക്കും ഒക്കെ കുളിക്കാനൊക്കെ പറ്റുന്ന, നീന്താൻ പറ്റുന്ന നല്ലൊരു പൂള്. അതിനൊരു റൂഫൊക്കെ ഉണ്ട്. ആ റൂഫ് തുറക്കാം, അടയ്ക്കാം. അത് നല്ലൊരു ലോണ്, ഉദ്യാനം എല്ലാം ആയിട്ട് നല്ലൊരു ഫെസിലിറ്റി. കൂടാതെ ഇതിൻ്റെ സെല്ലാറിലേക്ക്, ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പം അതിനകത്ത് സ്റ്റീം ബാത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് കൊടും തണുപ്പ് കാലത്ത് ശരീരം വേർക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, സ്റ്റീം ബാത്ത് പോകണം. മിക്കവാറും ഇത്തരം വീടുകളിൽ, കൊള്ളാവുന്ന വീടുകളിലൊക്കെ സ്റ്റീം ബാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ ഒരു പാർട്ടി ഹാള് ഈ ബേസ്മെൻറ്റിൽ തന്നെയുണ്ട്. ഒരു 10-30 പേർക്ക് ഒത്തുചേരാൻ, ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, സൗഹൃദ സംഗമങ്ങൾ,
ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന ഹാളുകളുണ്ട് അതിനകത്ത്. പിന്നെ അലക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ മുറികൾ, തുണി അലക്കാനോ ഉണങ്ങാനോ ഒക്കെയുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ. അത് കുറേ വളരെ ശാസ്ത്രീയമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ പുതിയ കാലത്ത് നല്ല പുതിയ കാല ആർക്കിടെക്റ്റുമാർ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഈ മട്ടിലായിട്ടുണ്ട്. വലിയൊരു മാറ്റമാണ് കേരളത്തിലെ കെട്ടിട നിർമ്മാണത്തിൻ്റെ, വീട് നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന മാറ്റം. നമ്മളിപ്പോഴും വീട് പണിയുമ്പോൾ ഈ നല്ലൊരു ആർക്കിടെക്റ്റിനെ സമീപിക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കും. അയാളുടെ ഫീസ് ഓർത്തിട്ട് നമ്മൾ ലോക്കലുള്ള ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്ലാൻ കോപ്പി അടിച്ചിട്ടൊക്കെ ചെയ്യിക്കും. അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ കൊണ്ടുവരുന്ന ഒരു പ്ലാനും കൊണ്ട് കെട്ടിടം പണിയാൻ പോകും. അതല്ല വേണ്ടത്. ശരിക്കും നല്ല പ്രൊഫഷണലായ ഒരു ആർക്കിടെക്റ്റ് ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നമ്മൾ സങ്കല്പിക്കാത്ത മട്ടിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഈ വീടിൻ്റെ ഓരോ സൗകര്യങ്ങളും. അപ്പം ഈ വീടൊക്കെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഭക്ഷണം റെഡി, ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അപ്പവും ബീഫ് കറിയും ഒക്കെ ചേർത്ത് നാടൻ രീതി തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാനും ബിനും ഇന്നൊരു ദീർഘയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഇന്ന് ആൽപ്സിൻ്റെ കൊടുമുടികളുടെ മുകളിലേക്കാണ് പോകുന്നത്, ഒബർസാൽസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈ ഒബർസാൽസ്ബർഗ് അതിമനോഹരമായൊരു പ്രദേശമാണ്. ഇന്ന് സഞ്ചരിക്കുന്നത് മുഴുവൻ ആൽപ്സിൻ്റെ ഗ്രാമങ്ങളിലൂടെയാണ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വളവ് തിരിവുകളിലൂടെ സഞ്ചരിച്ച് ഈ ഒബർസാൽസ്ബർഗിലെത്തണം. ഈ ഒബർസാൽസ്ബർഗ് എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെയും ജർമ്മനിയുടെയും ബോർഡറിലൊരു സ്ഥലമാണ്. ഈ ഒബർസാൽസ്ബർഗ് ഇന്ന് പിന്നെയും കൊടുമുടിയുടെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോകാം. അവിടെ ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ അവധി ദിവസങ്ങൾ ആഘോഷമാക്കിയിരുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആസൂത്രണം ചെയ്തിരുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മുസോളിനിയുമായി രഹസ്യമായി ചർച്ചകൾ നടത്തിയിരുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ കാമുകിയായ ഇവോ ബ്രൗണുമായി ഉല്ലാസ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലം. ഈ സ്ഥലത്തേക്ക് പോകണം. ഈ ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയുന്ന കിരാതമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഹിറ്റ്ലർ തിരഞ്ഞെടുത്ത ആ സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകേണ്ടത്. ഒബർസാൽസ്ബർഗിലേക്ക്, അവിടുന്ന് ഈഗിൾസ് നെസ്റ്റിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.